നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രാഷ്ട്രീയ കരുനീക്കൽ ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ഇടുക്കി ഉടുമ്പൻചോല സീറ്റിൽ വീണ്ടും എം മണി തന്നെ മത്സര രംഗത്തെത്തുമെന്നാണ് സൂചന. വിജയസാധ്യത ഉറപ്പിക്കാൻ എം മണി തന്നെ മത്സരിക്കണമെന്നതാണ് ഘടകകക്ഷികളുടെയും നിലപാടെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ആരെ കളത്തിലിറക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസും ചർച്ചകൾ ആരംഭിച്ചു. എൻ ഗോപി, സേനാപതി വേണു, KS അരുൺ എന്നിവർക്കാണ് സാധ്യത. ഇത്തവണ മത്സരരംഗത്ത് നിന്ന് MLA എം മണി മാറി നിൽക്കുമെന്ന സൂചനകളായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്നത്. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ സീറ്റ് നിലനിർത്തുകയും ഒപ്പം ഭരണം തുടർച്ചയെന്ന ലക്ഷ്യവും മുന്നിൽ കണ്ട CPIM-ഉം ഇടതുപക്ഷവും ഏറെ ഗൗരവത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രം പരിഗണിക്കുകയെന്ന തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. ഉടുമ്പൻചോലയിൽ എം മണിക്ക് പകരം പല പേരുകളും ഉയർന്നു വന്നെങ്കിലും ഏറ്റവും ഒടുവിൽ മണ്ഡലം നിലനിർത്താൻ വീണ്ടും മണിയാശാൻ തന്നെ മത്സര രംഗത്തെത്തുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. 2016-ൽ എം മണി വിജയിച്ചത് നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ കഴിഞ്ഞ തവണ മണിയാശാന്റെ ഭൂരിപക്ഷം 38,305 മന്ത്രിയായും MLA-യായും പ്രവർത്തിച്ച ജനസമ്മതരായ നേതാവ് എന്ന നിലയിൽ വീണ്ടും എം മണി എന്ന പേരിലേക്കെത്തുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതേസമയം എം മണി വീണ്ടും മത്സര രംഗത്തെത്തിയാൽ ജനസമ്മതരായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസും ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമായും 3 പേരുകളാണ് ഉയരുന്നത്. KPCC സെക്രട്ടറി MN ഗോപി, KPCC മീഡിയ വക്താവ് സേനാപതി വേണു, DCC വൈസ് പ്രസിഡന്റ് KS അരുൺ തുടങ്ങിയവരുടെ പേരുകളാണ് പരിഗണിക്കപ്പെടുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം എം മണിയാണ് വീണ്ടും മത്സരിക്കുന്നതെങ്കിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഇടത് ക്യാമ്പിനുള്ളത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.